താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. അങ്ങനെയൊന്നും ഒരുത്തനും നിങ്ങളെ തൊടില്ല. ഒരു പിശാചും അവന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദുഷ്ട മനുഷ്യരും തൊടത്തില്ല. ഉറപ്പ. എന്നിൽ നിന്നുള്ള ഉറപ്പല്ല, എന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പ് തൊടത്തില്ല. സർവശക്തനായ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്ന വാഗ്ദാനം തൊടത്തില്ല. നിങ്ങളുടെ ശത്രു എത്ര പ്രബലനായിരുന്നാലും, അവൻ എത്ര ശക്തനായിരുന്നാലും, ഇന്നലകളിൽ പല നിലകളിൽ പലരെയും ഉപദ്രവിച്ച് അവൻ്റെ ഇഷ്ടം കഷ്ടതയായി അവരുടെ ജീവിതങ്ങളിൽ നിറവേറ്റിയിട്ടുള്ളവനായിരുന്നാലും ഉള്ളവളായിരുന്നാലും നിങ്ങളെ, അതേ പ്രിയരെ, നിങ്ങളെ അവൻ തൊടത്തില്ല. ആ ഉറപ്പ്, അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഈ ഒരു ഉറപ്പ് നിങ്ങൾ വാഗ്ദാനമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കേൾക്കുമ്പോഴും പലർക്കും അതങ്ങോട്ട് ദഹിക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇതുപോലുള്ള ഉറപ്പുകൾ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളതാണ്, അല്ലേ? ധൈര്യമായി, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആരാ വരട്ടെ, ഞങ്ങൾ കൂടെയുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ നിന്നെ തൊടത്തില്ലേ? ഓ, നിനക്ക് വിരോധമായിട്ട് എന്തെങ്കിലും ചെയ്യണം, അപ്പോൾ കാണാം ഞങ്ങൾ ആരാണെന്ന്, അല്ലേ? എത്രയോ തവണ പലരിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടായ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ള വാക്കുകൾ കേട്ടു, വിശ്വസിച്ചു, അങ്ങനെ മുമ്പോട്ട് പോയി. എന്നിട്ട് വിചാരിച്ചതുപോലെ ഒന്നും നടക്കാതായപ്പോൾ തിരിഞ്ഞു നോക്കി. മീൻസ് പണി കിട്ടി തുടങ്ങിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരുത്തനെയും കാണാനില്ല. കൂടെ നിന്ന് ഇപ്പം ശരിയാക്കാമെന്ന് പറഞ്ഞ് കാണാനില്ല. അങ്ങനെ ഒത്തിരി തവണ പറ്റിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വാക്കുകളും വിശ്വാസത്തിലെടുക്കുവാൻ വലിയ പാട. എന്നാൽ ഈ വാക്ക് പറഞ്ഞവൻ്റെ പാസ്റ്റ് അത് അങ്ങനെ ഒരു സംശയത്തിന് ഇടം നൽകുന്നില്ല. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞത് അவ்விധത്തിൽ നിവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം വെറും വാഗ്ദാനങ്ങൾ നൽകുന്ന, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒത്തിരി പേരിൽ ഒരുവനെ പോലെ അല്ല. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കുവാൻ അവന് പ്രാപ്തിയുമുണ്ട്. അവൻ വെറും വാക്ക് പറയത്തില്ല. അതേക്കുറിച്ച് അല്പമായി നാം ധ്യാനിക്കും. ഒപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഉറപ്പ് അത് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അതിന് തക്കവണ്ണം ദൈവത്തിന് നിങ്ങൾ ആര്, അതേക്കുറിച്ചും അല്പമായി നാം ധ്യാനിക്കും. എങ്ങനെ നിങ്ങളെ തൊടാതെ വണ്ണം ശത്രുവിനെ ദൈവം നിലയ്ക്ക് നിർത്തും, അതേക്കുറിച്ചും ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കും. അപ്പോൾ ഈ 3 വിഷയങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിന്നെയും എന്നോട് പറയുന്നു, ഇനി ആ ശത്രുവിനെ കാണത്തില്ല, തൊടത്തില്ല എന്ന് പറഞ്ഞു. തൊടത്തില്ല അർത്ഥം അവനെ അവിടെ കാണത്തില്ല. നിങ്ങൾ നോക്കും, അങ്ങനെ ഒരു ശത്രു ഉണ്ടായിരുന്നല്ലോ. എവിടെ? ഒരിക്കലും ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചു. വിവാഹം കഴിഞ്ഞ് ഏകദേശം 10-12 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയി. 2 പെൺകുഞ്ഞുങ്ങൾ, അവരെ വളർത്തണം, ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നിങ്ങൾക്കറിയാമല്ലോ, 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു മാതാവ്, യൗവനത്തിൽ വൈധവ്യം അനുഭവിക്കുന്ന ഒരു മാതാവ് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ കഷ്ടപ്പാട്, അങ്ങനെ ആ കഷ്ടപ്പാടിന് കാരണമാകുന്ന ഒരു പ്രശ്നം പ്രാർത്ഥനാ വിഷയമായി ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അവരുടെ അയൽ വീട്ടിലെ ഒരു വ്യക്തി, ഇവരോട് അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യത്തിന് കാരണം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കുവാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നടക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളൊന്നും ഈ സ്ത്രീയിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഇവരെക്കുറിച്ച് അപവാദങ്ങൾ പറയുവാൻ തുടങ്ങി. ഇവർ ഒരു മോശം സ്ത്രീയാണ്, ഇവരുടെ സ്വഭാവം ശരിയല്ല. അദ്ദേഹത്തെ അറിയുന്നവരുടെ അടുക്കൽ, ഈ സ്ത്രീയെ അറിയുന്നവരുടെ അടുക്കൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, ഞങ്ങൾ രാത്രി ചില ശബ്ദങ്ങൾ കേട്ട് എഴുന്നേൽക്കുമ്പോൾ ആ വീട്ടിൽ ആരോ വരുന്നു, ആരോ പോകുന്നു. അപമാനം. തല നിവർത്തി പുറത്തിറങ്ങുവാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല, തൻ്റെ അതിരിൽ കെട്ടിയിരുന്ന വേലിയെ പൊളിച്ചു കളയുന്നു, പല നിലകളിൽ തന്നെ ഉപദ്രവിക്കുന്നു,
തന്നെ അപമാനിക്കുന്നു. പറയുവാൻ പാടില്ലാത്തത്, ഒരു സ്ത്രീയോട് പറയുവാൻ പാടില്ലാത്തത് പറയുന്നു. തലമുറകളുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാനായി, നല്ല പഠിക്കുന്ന കുഞ്ഞുമക്കളാണ്, അവരുടെ വിദ്യാഭ്യാസത്തെ തകർക്കുവാനായി മന്ത്രതന്ത്രങ്ങൾ ചെയ്യുന്നു. അവർക്ക് പഠിക്കുവാൻ കഴിയുന്നില്ല, പഠിക്കുന്നത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. നേരം വെളുത്ത് പുറത്തിറങ്ങുമ്പോൾ തങ്ങളുടെ പറമ്പിൽ വരുവാൻ പാടില്ലാത്ത പലതും, മീൻസ് അവിടെ ഒന്നും ഒരു വെറ്റക്കൊടിയില്ല, പക്ഷെ വെറ്റിലയുണ്ട്, സിന്ദൂരമുണ്ട്. അവിടെ സിന്ദൂരം ഇടുവാൻ തക്കവണ്ണം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകളില്ല. അവിടെ ഭസ്മം വരുന്നു, ഭസ്മം ആരും അവിടെ ഉപയോഗിക്കുന്നില്ല. ചില തകിടുകൾ, ഇങ്ങനെ പലതും ആ വീട്ടിൻ്റെ മുറ്റത്ത് കാണുന്നു. അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട്, കാരണം അവരും ഈ ലോകത്തിൽ ജീവിക്കുന്നതാണല്ലോ. ഇങ്ങനെ പല നിലകളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മന്ത്രതന്ത്രങ്ങൾ കൊണ്ടും പിശാചിൻ്റെ കൂട്ടാളിയായ ആ മനുഷ്യൻ ആ സഹോദരിയെ തകർത്ത് കളയുവാൻ എഴുന്നേറ്റു. അവൻ്റെ ഇഷ്ടം ഈ സ്ത്രീയിൽ നിറവേറിയില്ലെങ്കിൽ അവൾ തകർന്നു പോകണം. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന അതേ പ്രശ്നം തന്നെ അല്ലേ സഹോദരി? അതെ, ചിലരുടെ ഇഷ്ടം നിന്റെ ജീവിതത്തിൽ നടക്കാത്തത് കൊണ്ട്, ആ ജോലി സ്ഥലത്ത് അവരുടെ ഇഷ്ടത്തിന് നീ വഴങ്ങിക്കൊടുക്കാത്തത് കൊണ്ട് അവർ നിനക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഇല്ലാത്തതും ഉള്ളതും പറഞ്ഞ് അവിടെ നരകതുല്യമായ ജീവിതം നിനക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് നിന്റെ തലമുറകളെയും വെറുതെ വിടുന്നില്ല. അവരുടെ വിദ്യാഭ്യാസത്തെ പോലും തകർക്കുവാൻ തക്കവണ്ണം വെല്ലുവിളിക്കുന്നു. അല്ലേ മാതാവേ? നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന മക്കളാ, ഇപ്പോൾ ഒരു വക പഠിക്കത്തില്ല. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ ഈ പിള്ളേർക്ക് പറ്റിയത്? ഞങ്ങൾക്ക് ഇവരെക്കുറിച്ച് വലിയ പ്രതീക്ഷകളാണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അവർ പഠിക്കുന്നു, നിനക്കറിയാം, പക്ഷേ പഠിക്കുന്നതിനൊത്തവണ്ണം പെർഫോം ചെയ്യുവാൻ കഴിയുന്നില്ല. കരഞ്ഞോണ്ട് പറയുക മക്കൾ, അമ്മ എല്ലാം മറന്നു പോകുന്നു, ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നതെല്ലാം മറന്നു പോകുന്നു. അല്ലാത്ത ഭാരമാണ്, പഠനത്തെ തകർക്കുന്നു, ആഭിചാരങ്ങൾ ചെയ്യുന്നു, രോഗികളാക്കി തീർക്കുന്നു. രോഗം എന്തെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗത്തിന് അടിമയാക്കി. അല്ലേ സഹോദര? വീട്ടിലിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പക്ഷേ ജോലി സ്ഥലത്ത് പോയാൽ അരമണിക്കൂർ തികച്ച് ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല. അങ്ങനെ നീ മടങ്ങി വരുമ്പോൾ കണ്ണുനീരോടെ കാത്തിരിക്കുന്ന നിന്റെ ഭാര്യ, അതൊരു വല്ലാത്ത വേദനയാണ്. അതിന് ഇന്ന് അറുതി വരും. ഓ സ്തോത്രം, ആമേൻ. അപ്പോൾ ആ സഹോദരി ഇങ്ങനെ ബാധിക്കപ്പെട്ടു. പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുവാൻ ഒരു ഉറപ്പ് എനിക്ക് നൽകി. ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു, സഹോദരി, ഒരു ശത്രുവിൻ്റെ ഇഷ്ടവും ഇനി നിന്റെ ജീവിതത്തിൽ ഫലിക്കത്തില്ല. അവൻ ഒത്തിരി ആയുധങ്ങൾ ഉണ്ടാക്കി മന്ത്രവാദങ്ങൾ ചെയ്ത് മറ്റു വ്യക്തികളെ നിനക്ക് വിരോധമായി തിരിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആയുധങ്ങൾ ഉണ്ടാക്കി. ആ ആയുധങ്ങളൊന്നും ഫലിക്കത്തില്ല. ആ സഹോദരി കണ്ണുനീരോടെ പറഞ്ഞു, ദൈവദാസനെ, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, ഞാൻ ആർക്കും വേണ്ടാത്തവളാണ്, എനിക്കൊപ്പം നിൽക്കുവാൻ ആരുമില്ല, പിന്നെ എങ്ങനെ? ഞാൻ പറഞ്ഞു, നീ ദൈവത്തിന് വിലയേറിയവളാണ്. ദൈവം നിന്നെ എങ്ങനെ കാണുന്നു എന്ന് നീ തിരിച്ചറിഞ്ഞാൽ നിനക്ക് മനസ്സിലാക്കുവാൻ കഴിയും, അവൻ നിന്നെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അവളോട് സംസാരിക്കുവാൻ തന്ന വചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനം അവൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നിങ്ങളത് കേൾക്കുവാൻ പോകുന്നു. സെഖരിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. നിങ്ങളെ തൊടുന്നവൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, നിങ്ങളെ തൊടുന്നവൻ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദുർമന്ത്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ടും നിങ്ങളെ തൊടുന്നവൻ നിങ്ങളെ തകർത്ത് കളയുവാൻ, അവൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കവണ്ണം നിങ്ങളെ തൊടുന്നവൻ എൻ്റെ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു. തൊട്ടിട്ട് അവൻ അങ്ങനെ പോകുമോ? അതെ, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിനക്ക് തിരിച്ചറിയാം, നിന്റെ ശത്രു പ്രബലനാണ്, അവന് അധികാരമുണ്ട്, അവൻ നിന്നെക്കാൾ ഉയർന്ന സ്ഥാനത്തിലിരിക്കുന്നു. അവൻ വിചാരിച്ചാൽ നിന്നെ ജോലി സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുവാൻ കഴിയും, നിന്നെ ടെർമിനേറ്റ് ചെയ്യുവാൻ കഴിയും, നിന്റെ ശമ്പളം തടഞ്ഞു വെക്കുവാൻ കഴിയും, നിന്റെ ജോലി സാഹചര്യങ്ങളെ കഠിനമാക്കി നിനക്ക് ദുരിത ജീവിതം സമ്മാനിക്കുവാൻ കഴിയും. എന്നാൽ കേൾക്ക്, അവൻ്റെ ഇഷ്ടം
കഷ്ടമായി നിന്റെ ജീവിതത്തിൽ നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൻ നിന്നെ തൊടത്തില്ല. ഓ സ്തോത്രം. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ആ പിശാചിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ദുഷ്ടൻ നിന്നെ തൊടത്തില്ല. ആ ദുഷ്ട മനുഷ്യർ നിന്നെ തൊടത്തില്ല. നീ കാണുകയിൽ തന്നെ, അതെ, നിന്റെ കൺമുമ്പിൽ തന്നെ ഇന്നലകളിൽ അവർ ഒത്തിരി പേർ ഒരുമിച്ച് ചേർന്നു നിനക്ക് വിരോധമായി. ആ കൂട്ടുകെട്ട് പൊളിയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി എഴുന്നു വന്ന ആ കൂട്ടുകെട്ട് നസ്രനായ യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടുക. ആ ശത്രു നിന്നെ തൊടത്തില്ല. ആ ശത്രു നിന്റെ തൊഴിലിനെ തൊടത്തില്ല. നിന്റെ വരുമാന മാർഗത്തെ തൊടത്തില്ല. സഹോദരി, നീ കരയേണ്ട. ജോലിയില്ലാത്തവനായി നിന്റെ ഭർത്താവ് മടങ്ങി വരത്തില്ല. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാത്ത ഒരു അമ്മയായി, അപ്പനായി, അതെ നിങ്ങൾ മാറത്തില്ല. കടക്കാരനായി നിങ്ങൾ തലകുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആ വരുമാനത്തെ ശത്രു തൊടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സഹോദരാ, നിന്റെ കുടുംബ ജീവിതത്തെ ശത്രു തൊടുവാൻ അനുവദിക്കത്തില്ല. അതിനെ തകർത്ത് കളയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ശത്രു പ്രബലനായിരിക്കാം, അവരുടെ വാക്കുകളായിരിക്കാം, നിന്റെ ശത്രുവിൻ്റെ വാക്കുകളായിരിക്കാം നിന്റെ ഭാര്യയ്ക്ക് വേദവാക്യമായി മാറിയിരിക്കുന്നത്. അവർ പറയുന്നതേ അവൾ കേൾക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിനക്ക് വലിയ റോളില്ല. അവരുടെ ചിരിയിൽ നിന്ന് നിനക്കത് മനസ്സിലാകുന്നുണ്ട് നിന്റെ വേദന. വലിയ വേദനയാണ്. ഞാൻ പറയുന്നതൊന്നും എൻ്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ല. അവൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ആ പന്ന പിശാച് പിടിച്ചവർ പറയുന്നത് കേട്ട്, താങ്ക് ഗോഡ്, അവൻ്റെ ഇഷ്ടം, നിന്റെ ശത്രുവിൻ്റെ ഇഷ്ടം, കുടുംബം തകർന്ന് നീ കഷ്ടപ്പെടണമെന്നുള്ള നിന്റെ ശത്രുവിൻ്റെ ഇഷ്ടം, അത് തകർക്കപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ആ ഇഷ്ടം നിറവേറത്തില്ല. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ ശത്രു നിന്റെ കുടുംബ ജീവിതത്തെ തൊടത്തില്ല. ആ ശത്രു നിന്നെ തൊടത്തില്ല. അവൻ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. നീ അവൻ്റെ കൺമണിയാന്നേ. താങ്ക് ഗോഡ്. സഹോദരി, നീ അവൻ്റെ കൺമണിയാ. നിനക്ക് വല്ലാത്ത ഭയമാ. ഭർത്താവ് പോകുമ്പോൾ ഇവരെന്നെ എന്തെങ്കിലും ചെയ്താലോ? അങ്ങനെ ഒരു ചരിത്രമുണ്ട്. എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ, എന്ത് പറയുവാൻ മടിയില്ലാത്തവരാ നിന്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ. പറയുന്ന വാക്കുകൾ പുറത്താരോടും പറയുവാൻ കഴിയുന്നില്ല. ഉള്ളിൽ നീറുകയാ. ഭർത്താവിനോട് പറഞ്ഞാൽ അവനും അത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. നീ ഭയപ്പാടില്ല, തൊടത്തില്ല. സ്തോത്രം. നിന്നെ തൊടത്തില്ല. നീ അവൻ്റെ കണ്ണിലെ കൃഷ്ണമണി. ആരുമില്ല, ഒപ്പം നിൽക്കുവാൻ ആരുമില്ല. എൻ്റെ അമ്മയ്ക്കും അപ്പനും പോലും എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ ഭർത്താവിന് എൻ്റെ വാക്കുകൾ കേൾക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ കൺമണിയാണ് നീ. നിന്നെ തൊടുവാൻ അവർക്ക് കഴിയത്തില്ല. തൊടത്തില്ല. നിന്നെ തൊടത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്നെ തൊടത്തില്ല. ആമേൻ. അതെ, നിന്റെ തലമുറകളെ, മാതാവേ, പിതാവേ, അവരെ ശത്രു തൊടത്തില്ല. സ്തോത്രം. അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്തു. പ്രഷർ കൊടുക്കുക. ആ കോളേജിൽ, സ്കൂളിൽ പ്രഷർ കൊടുക്കുക. സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല, കോളേജിൽ പോകാൻ ഇഷ്ടമില്ല. നല്ല പഠിക്കുന്ന പിള്ളേരാ. അവരുടെ വിദ്യാഭ്യാസത്തെ തകർത്ത് അവരെ തൊടുവാനുള്ള പിശാചിൻ്റെ പദ്ധതി. റിസൾട്ട് ഉണ്ടാകുന്നില്ല. പഠിക്കുന്നു, റിസൾട്ട് ഉണ്ടാകുന്നില്ല. തകർത്ത് കളയുവാനുള്ള പിശാചിൻ്റെ പദ്ധതി നടക്കത്തില്ലെന്നേ. അവൻ്റെ ആലോചനകൾ വ്യർത്ഥമാകുവാൻ പോവുക. അവൻ്റെ ആയുധങ്ങൾ ഫലിക്കത്തില്ല. അവൻ്റെ ഇഷ്ടം നിറവേറത്തില്ല. നിന്റെ തലമുറ അങ്ങനെ ഒതുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. മധ്യത്തിൽ മയക്കുമരുന്ന്, ലോകപ്രകാരമുള്ള കൂട്ടുകെട്ടുകളിൽ നിന്റെ തലമുറ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. റോഡിൽ അവർ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നല്ല ഭാവി അവർക്കുണ്ടാകുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെരുക്കോണുകളിൽ ഒരു കൂട്ടത്തെ ഒരുക്കി. പലരും നല്ല വിവാഹാലോചനകൾ വരുന്നുണ്ട്. നിന്റെ തലമുറകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മോശമായത് മാത്രം പറഞ്ഞ് ആ വിവാഹാലോചനകളിൽ നിന്ന് പിന്മാറ്റിപ്പിക്കുന്ന ചില വ്യക്തികളുടെ നാവുകളെ കർത്താവ് തൊടുവാൻ പോയി. യേശുവിൻ നാമത്തിൽ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ വിവാഹം നടക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുക. അമ്മേൻ. സമ്മതിക്കത്തില്ലെന്നേ. നിന്നെ തൊടുവാൻ ആ രോഗമെന്ന ശത്രുവിനെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ആ രോഗത്തിൽ ഒടുങ്ങിപ്പോകുവാൻ ഭയമാണ്. എല്ലാം അവസാനിക്കും, എൻ്റെ ജീവിതം തീർന്നു, എനിക്കിനി പ്രതീക്ഷകളൊന്നുമില്ല. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഭയപ്പാടോടെ ആയിരിക്കുന്നുവോ? കേൾക്ക്. നിന്നെ തൊടുവാൻ, ആ രോഗം മുഖാന്തരം നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ആ കടം നിന്നെ തൊടത്തില്ല. ശത്രുവിൻ്റെ ഇഷ്ടമാ നീ ആത്മഹത്യ ചെയ്ത് ഒടുങ്ങണം. നീ കടക്കാരനായി, കടക്കാരിയായി ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നാണം കെട്ടി ജീവിക്കാതെ നിനക്ക് പോയി ചത്തുകൂടെ? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി വേദന കൊണ്ട് ചോദിക്കുന്നതെന്ന ഭാവത്തിലാണ്. എന്നാൽ ആ പന്ന പിശാച് പിടിച്ചവളുടെ ഉള്ളിൽ അത് തന്നെയാണ്. നീ ചാകണം, നീ ആത്മഹത്യ ചെയ്യണം. അത് കാണുവാൻ
എൻ്റെ കർത്താവ് അവനെ അനുവദിക്കത്തില്ല, അവളെ അനുവദിക്കത്തില്ല, തൊടത്തില്ല. ഓ സ്തോത്രം. നിന്നെ തൊടുന്നവൻ എൻ്റെ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു, പിന്നെ തൊട്ടിട്ട് പോയതും തന്നെ. ആ സഹോദരി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ വചനം വച്ച്, കർത്താവേ, ഞാൻ അങ്ങയുടെ കൺമണി പോലെ, അങ്ങയുടെ കണ്ണ്, ഓ അങ്ങയുടെ കൺമണി അപ്പാ, അങ്ങനെ എന്നെ സംരക്ഷിക്കുന്ന കൃപയ്ക്കായി ഒരു ശത്രു എന്നെ തൊടത്തില്ല. വിശ്വാസത്തോടെ ആ സഹോദരി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞങ്ങളും ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ചില ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം തൻ്റെ 2 കുഞ്ഞുങ്ങളുമായി ആ സഹോദരി ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. വളരെ സന്തോഷത്തോടെ ആ സഹോദരി സംസാരിക്കുവാനായി തുടങ്ങി. ഒത്തിരി തവണ ഫോണിൽ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രയും സന്തോഷത്തോടെ ആ സഹോദരി സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. വളരെ സന്തോഷത്തോടെ ആ സഹോദരി സംസാരിച്ചു. ദൈവദാസനെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ദൈവം എന്നെ തൊടുവാൻ ശത്രുവിനെ അനുവദിച്ചില്ല. ഞാനിപ്പോൾ എല്ലാ പ്രഭാതങ്ങളിലും എഴുന്നേറ്റ് എൻ്റെ മക്കൾ ഉൾപ്പെടെ പുറത്തൊക്കെ നോക്കും. എന്തെങ്കിലും ഉണ്ടോ? സിന്ദൂരമുണ്ടോ? വെറ്റില ഉണ്ടോ? ഭസ്മമുണ്ടോ? കാണുന്നില്ല ദൈവദാസനെ. എന്നെക്കുറിച്ച് അപവാദം പറയുന്ന ആൾക്കാരുടെ വാക്കുകളെ ഞാൻ ഭയത്തോടെ കേൾക്കുവാൻ ചെവിയോർക്കും. പക്ഷെ കേൾക്കുന്നില്ല ദൈവദാസനെ. എൻ്റെ മേൽ തൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ വേണ്ടി വേലി പൊളിക്കുകയും പലതും പറയുകയും ചെയ്യുകയും ചെയ്ത മനുഷ്യനെ ഞാൻ ഭയപ്പാടോടെ നോക്കും. പക്ഷെ കാണുന്നില്ല ദൈവദാസനെ. ആ മനുഷ്യൻ പുറത്തിറങ്ങുവാൻ കഴിയാതെ വീട്ടിനകത്ത് അവൻ ഇനി പുറം ലോകം കാണുവാൻ ബാക്കി പറയുന്നില്ല. അത് തന്നെ നിന്റെ ശത്രു. അവൻ ആരെയാ തൊടുന്നേ? ദൈവത്തെയാ. ആ ദൈവം ആരായി നിനക്കൊപ്പമായിരിക്കുന്നു അത് പറഞ്ഞുകൊണ്ടാ വാക്യം തുടങ്ങുന്നത്. എന്താ? സൈന്യങ്ങളുടെ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു. സൈന്യങ്ങളുടെ യഹോവ, ആ യഹോവയുടെ കണ്ണിലെ കൃഷ്ണമണിയാണ്, നീ തൊടത്തില്ല. അപ്പോ നിങ്ങൾ ആരാണ്? സൈന്യങ്ങളുടെ യഹോവയായ സർവശക്തനായ ദൈവത്തിൻ്റെ കൺമണിയാണ്, അതുകൊണ്ട് തൊടത്തില്ല. അവന് അതിനുള്ള പ്രാപ്തിയുണ്ട്. ആ സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് അവൻ നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കും. അവനിൽ വിശ്വസിക്കുകയും അവനൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത അനേക ലക്ഷം ഭക്തന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്, അതിൽ ചിലരുടെ ജീവിതം വേദപുസ്തകത്തിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലും പ്രവർത്തിച്ചത് നിങ്ങളുടെ ജീവിതത്തിലും ദൈവം പ്രവർത്തിക്കും. ദൈവം വെറും വാക്ക് പറയത്തില്ല. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ അവൻ നിവർത്തിക്കും. അവൻ്റെ വാക്ക് അത് ഓക്കെയാ. ഓ സ്തോത്രം. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിവർത്തിക്കും. തൊടത്തില്ലെന്നേ. ഒരു ശത്രുവും നിങ്ങളെ തൊടത്തില്ല. ഒരു ശത്രുവിൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്യും? ആ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം എന്താണ് ചെയ്തത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നല്ല വിശ്വാസത്തിൽ വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെട്ട് വലിയ പ്രശ്നങ്ങളുടെ മധ്യത്തിലും വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും. അതല്ലാതെ ചിലർ ഇത് കേൾക്കും. അങ്ങനെയുള്ളവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. അപ്പോൾ പിന്നെ എൻ്റെ ദൈവത്തിൻ്റെ നേരെ വടിവാളും വാരിക്കുന്തവുമായിട്ട് അവർ പോകും. അതുകൊണ്ട് ഞാൻ അതെന്ത് സംഭവിച്ചു എന്ന് പറയുന്നില്ല. നിങ്ങൾക്കൊക്കെ ഊഹിച്ചെടുത്ത് പൂരിപ്പിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ദൈവം നിങ്ങളെ തൊടുന്നവരെ എന്ത് ചെയ്യും? നോക്കിയേ, യഹൂദ രാജാവായ ഹിസ്കിയാവും അശൂർ രാജാവും തമ്മിൽ വലിയ യുദ്ധം നടക്കുക. അപ്പോൾ പ്രബലനായ ശക്തനായ അശൂർ രാജാവ് ഈ ഹിസ്കിയ രാജാവിനെ ഉപരോധിച്ചു. ഇവർക്ക് പുറത്തു വരുവാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു. പണ്ടെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റിയില്ലെങ്കിൽ, ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അല്പം ഒന്ന് പിന്നിലേക്ക് ചിന്തിച്ചാൽ മതി. ഈ കോവിഡ് ആദ്യ തരംഗത്തിൻ്റെ കാലത്ത് നമ്മളെല്ലാം സർക്കാർ പൂട്ടി വീട്ടിനകത്തിട്ടു. നല്ലതായിട്ടോ, ഒരു മുൻകരുതല. അപ്പോൾ ആദ്യമൊന്നും നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലായിരുന്നു. വീട്ടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നിയമങ്ങളൊക്കെ മറികടന്ന് നമ്മൾ പുറത്ത് ചാടി. കാരണം ആഹാരമില്ല, മരുന്നില്ല, വസ്ത്രമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇങ്ങനെ തന്നെ ക്വാറന്റൈനിലാക്കി. അതെ, അത് തന്നെ. ഈ അശൂർ രാജാവ് വന്നിട്ട് ഹിസ്കിയാവിനെ ക്വാറന്റൈനിലാക്കി. ഹിസ്കിയാവ് ദുർബലനായിരുന്നു അശൂർ രാജാവിൻ്റെ മുമ്പേ. എതിർത്ത് നിൽക്കുവാൻ കഴിയത്തില്ല. നിങ്ങളെപ്പോലെ തന്നെ രാജാവാണ്, എല്ലാം ഉണ്ട്, എല്ലാം ഓക്കെയാണ്, അല്ലേ സഹോദര? എല്ലാം ഉണ്ട്, രാജാവൊക്കെ തന്നെ. പക്ഷേ ശത്രു ഭയങ്കര പ്രബലനാണ്.
രാജാവ്. അതിന് തൊട്ട് മുമ്പ് ശമരിയൊക്കെ കീഴ്പ്പെടുത്തി തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഇങ്ങനെയാ നമ്മുടെ ശത്രുക്കൾ മറ്റു പലരെയും ഒക്കെ നശിപ്പിച്ച് അവരുടെ ശക്തിയുടെ പ്രഭാവം വർദ്ധിപ്പിക്കും. എന്നിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പേടിച്ചു പോകും, അയ്യോ നമുക്കൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ തകർത്തതാ, എൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന ജോലിക്കാരനെയൊക്കെ പറഞ്ഞു വിട്ടതാ, നുണ പറഞ്ഞ് ഒത്തിരി കുടുംബങ്ങളെ തകർത്തതാ, ഒത്തിരി പിള്ളേരുടെ ഭാവി നശിപ്പിച്ചതാ അല്ലേ. അപ്പോൾ അവരിങ്ങനെ ഓരോരോ ധീര കൃത്യങ്ങളും ഒക്കെ ചെയ്ത് അവരെ പേരും പെരുമയായിട്ട് വരിക, നമുക്കെതിരെ യുദ്ധം ചെയ്യും. അപ്പം തന്നെ നമ്മളുടെ പകുതി നല്ല ഉയരങ്ങ് പോകും, പിന്നെ പേടിച്ച് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ ഹിസ്കിയാവ് തനിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷെ അവസാനം ഹിസ്കിയാവ് വസ്ത്രമൊക്കെ കീറി രട്ടെടുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് കീഴ്പ്പെട്ടു, തീർന്നു, പിന്നെ ഒന്നും ചെയ്യാനില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ പൂർണ്ണമായിട്ട് അങ്ങ് സമർപ്പിച്ചു. ശ്രദ്ധിക്കണമേ, ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, തൊടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ആരാണ്? ദൈവത്തിൻ്റെ കൺമണികളാണ്. ഓക്കെ, ഇസ്രായേൽ അതെ ദൈവത്തിൻ്റെ കൺമണികളാണ്, തൊടാൻ ആർക്കും പറ്റത്തില്ല. പക്ഷേ തൊടാത്ത വിധത്തിൽ ദൈവം അവരെ പരിപാലിക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? കണ്ണിനകത്ത് തന്നെ ആയിരിക്കണം, കൺമണിയല്ലേ, എവിടെയെങ്കിലും ആയിരിക്കാൻ പാടില്ല. അപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തു. വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ ഈ പറയുന്ന സംഭവം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 19-ാം അധ്യായമാണ് കേട്ടോ. അവിടെ ഈ വസ്ത്രം കീറുക എന്ന് പറഞ്ഞാൽ, ഒരു രാജാവ് വസ്ത്രം കീറുന്നു. രാജാവ് നല്ല തിളക്കമുള്ള പ്രൗഢഗംഭീരമായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു അപവാദം, തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി കടന്നു വന്നിട്ട് താൻ ഒന്നും അല്ലാതായിത്തീരുന്നു. അത് തന്നെ വസ്ത്രം കീറി ഒരു യാചകനെ പോലെയായി. രാജാവ് ഒരു യാചകനെ പോലെയായി. ഉപവസിച്ചു, മീൻസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കണ്ണായി മാറി. അപ്പോൾ ആ കണ്ണിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു, എന്ത് ചെയ്യും? 19-ാം അധ്യായം 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അന്ന് രാത്രി. അപ്പോൾ ഈ ഉപവാസമൊക്കെ ആയി ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചു, തനിക്കൊന്നിനും കഴിയത്തില്ല എന്ന് തീരുമാനിച്ചു. അന്ന് രാത്രിയും യഹോവയുടെ ഒരു ദൂതൻ പുറപ്പെട്ടു, അശൂർ പാളയത്തിൽ 1,85,000 പേര് കൊന്നു. രാവിലെ ജനം എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. ഒരു ദൂതനെ അയച്ചു, കൺമണിയെ തൊട്ടതുകൊണ്ട്. അങ്ങനെ അയച്ചിട്ടാ പുള്ളി വീട്ടിനകത്തായിപ്പോയെ. ചിലരെ നീ നോക്കും, കാണത്തില്ല, ശത്രു പ്രബലനായിരിക്കും. അവർ വിചാരിച്ചാൽ നിന്റെ ജോലിയിൽ നിന്ന് പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റും, നിനക്ക് നല്ലൊരു വീട് തരാതിരിക്കുവാൻ കഴിയും. അങ്ങനെയുള്ളവരെ നീ നോക്കും, പക്ഷേ കാണത്തില്ല. അതേ സഹോദര സഹോദരി, ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ നീ നോക്കും, പക്ഷെ കാണത്തില്ല. താങ്ക് ഗോഡ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി അതിനെ തകർത്ത് കളയുവാൻ നിൽക്കുന്ന ശത്രുവിനെ നീ നോക്കും, കാണത്തില്ല. കർത്താവ് ദൂതനെ അയക്കും. ആമേൻ. അവന്റെ കൺമണിയായ നിന്നെ തൊടുവാൻ കൈ നീട്ടിയത് കൊണ്ട് കർത്താവ് ദൂതനെ അയക്കും. ചിലരെ ഒന്നും കാണത്തില്ല. മാധവൻ, നിന്റെ തലമുറകൾക്ക് വിരോധമായി എഴുന്നു വരുന്ന ശത്രുവിനെ നീ കാണത്തില്ല, എൻ്റെ കർത്താവ് ദൂതനെ അയക്കും. ആമേൻ. നിന്നെ രോഗിയാക്കുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ ദൂതനെ അയക്കുക. സ്തോത്രം. നിന്നെ കടക്കാരനാക്കി തകർത്ത് കളയുവാൻ നോക്കുന്ന പിശാച് ദൂതനെ അയക്കുക. ആമേൻ. നീ നോക്കും, കാണത്തില്ല. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ഇവരെ ഉപരോധിച്ച് നിന്ന ഈ സൈന്യം ശവങ്ങളായി കിടക്കുക. 36 പറയുന്നു, അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി. ഓടടാ ഓട്ടം. ആമേൻ. ദൂതൻ ഇറങ്ങും. ചിലരെ കാണത്തില്ല, ചിലർ പരിപാടി മതിയാക്കി ഓടിപ്പോകും. നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ നിൽക്കുന്ന ചിലർ ഓടിപ്പോകും. അപ്പോൾ ഉറപ്പ് ദൈവത്തിൽ നിന്നാണ്. ദൈവം അത് പ്രവർത്തിക്കും. അതിനുവേണ്ടി അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. നിങ്ങളെന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പാ, ഞാൻ അങ്ങയുടെ കൺമണി, ഇനി എന്നെ അവൾ ആ പന്ന പിശാചു തൊട്ടതും തന്നെ. പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ, അങ്ങനെ സംരക്ഷിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയം നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി നിങ്ങൾക്ക് പ്രൈസ് ഓർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ. അവർ ഓടും.
ആ ശത്രു ഉണ്ടല്ലോ, അവരോടും. നമ്മൾ എത്ര പേരെ ഓടിച്ചിരിക്കുന്നതാ. അവൻ്റെ മന്ത്രവാദവും അവൻ്റെ ആളെക്കൂട്ടലും അവൻ്റെ നുണ പറച്ചിലും അതൊക്കെ ഇട്ടിട്ട് ഓടും. തൊടാതെ വണ്ണം നിങ്ങളെ കർത്താവ് പരിപാലിക്കും. അതുപോലെ നിങ്ങൾക്ക് ഞായറാഴ്ച സഭാരാധന മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിയുടെ ലൈവ് സ്ട്രീമിംഗ് എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ ഉണ്ട്. യൂട്യൂബ് ചാനൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നിങ്ങളിപ്പോൾ ഈ മെസ്സേജ് കാണുന്ന യൂട്യൂബ് ചാനലിൽ തന്നെ അത് അവൈലബിൾ ആണ്. കാണുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ, വല്ലാതെ തളർന്ന് വല്ലാതെ ഭാരപ്പെട്ട് ശത്രുവിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരായിരിക്കുന്നു. കർത്താവെ, വചനം പറയുന്നത് പോലെ ഇവരെ തൊടുന്നവൻ അങ്ങയുടെ കൺമണിയെ തൊടുന്നു. അങ്ങ് ആ കൺമണിയെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇവരെ അങ്ങ് സംരക്ഷിച്ചാട്ടെ. കൺമണി പോലെ ഇവരെ അങ്ങ് സംരക്ഷിച്ചാട്ടെ. ആ ജോലി സ്ഥലത്ത് ഇവരെ സംരക്ഷിച്ചാട്ടെ. ഇവരുടെ ജോലി അങ്ങ് സംരക്ഷിച്ചാട്ടെ. ശത്രുവിന് വിട്ടുകൊടുക്കല്ലേ അപ്പാ. ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറട്ടെ. ഇവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ. വരുമാന മാർഗങ്ങൾ ഉണ്ടാകട്ടെ. എല്ലാ തകർച്ചകളും ഇവരെന്ന് അനുഭവിക്കുന്ന എല്ലാ തകർച്ചകളും മാറട്ടെ. കടബാധ്യതകൾ മാറിപ്പോകട്ടെ. അപ്പോൾ പലിശക്കാരുടെ മുമ്പിൽ തലകുനിച്ചായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. കർത്താവേ, ഇവർക്ക് വഴി തുറക്കണമേ കർത്താവ്. കോടതികൾ സാമ്പത്തികമായ ഇടപാടുകളുമായി കയറി ഇറങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇവർക്ക് കൊടുത്തു തീർക്കുവാൻ വഴികളെ തുറക്കണമേ. ശത്രുവിനാൽ ബാധിക്കപ്പെടുവാൻ അനുവദിക്കരുത് കർത്താവേ. കേസ് സംബന്ധമായി ഓടുന്നവരുണ്ട്, ജീവൻ രക്ഷിക്കുവാൻ, അഭിമാനം കാക്കുവാൻ. അപ്പോൾ ആ നീതി വെളിപ്പെടണമേ. ശത്രുവിൻ്റെ ഇഷ്ടം ഹേതുവായി ഇവർ ദണ്ഡിക്കപ്പെടുവാൻ അനുവദിക്കരുതേ. ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. അപ്പം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേഗത്തിലോടുന്ന വചനം അയച്ച് അങ്ങ് ഇവരെ സൗഖ്യമാക്കിയാട്ടെ. സകല രോഗബന്ധനവും നസ്രായനായ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ പുനർനിർമ്മിക്കപ്പെടട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കർത്താവേ. കുടുംബജീവിതങ്ങളിൽ ഐക്യത ഉണ്ടാകട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. സകല തകർച്ചകളും മാറിപ്പോകട്ടെ. അപ്പോൾ ഇവരെ അങ്ങ് മാനിച്ചാട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വീടുകൾ വയ്ക്കട്ടെ, വസ്തുക്കൾ വിൽക്കട്ടെ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വാഹനങ്ങൾ ഇവർ വാങ്ങട്ടെ. ബിസിനസ്സുകൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങട്ടെ. ലാഭത്തിലാവട്ടെ. ആ നഷ്ടങ്ങൾ മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ വിടിവിക്കപ്പെടട്ടെ. ചില ഭവനങ്ങളിൽ കഷ്ടത അനുഭവിച്ചായിരിക്കുന്നവർ വിടിവിക്കപ്പെടട്ടെ. ഗാർഹിക പീഡനങ്ങൾക്ക് അറുതി ഉണ്ടാകട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ. വിദ്യാഭ്യാസത്തെ തകർത്ത് കളയുന്ന മന്ത്രവാദ ബന്ധനങ്ങൾ തകർക്കപ്പെടട്ടെ. ആഭിചാര കെട്ടുകൾ പൊട്ടട്ടെ. പിതാവേ, ഇവരെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. രക്തത്താലും വചനത്താലും ഈ ജനത്തെ അടിയൻ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചു പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പോലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ച് കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.